പ്രകാശം നിറയ്ക്കുന്ന ചൈതന്യമേ, സ്നേഹപ്രഭാവം ഒഴുകുന്ന കാരുണ്യമേ, പ്രകാശം നിറയ്ക്കുന്ന ചൈതന്യമേ, സ്നേഹപ്രഭാവം ഒഴുകുന്ന കാരുണ്യമേ, നീ തന്നെ സത്യം. ബഹുമാനപ്പെട്ട റാഫി അച്ച, ഡേവിഡ് അച്ച, ബന്ധുമിത്രാദികൾക്കും നാട്ടുകാർക്കൊക്കെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. തമ്പുരാന്റെ ദാനമാണ് മക്കൾ. മാതാപിതാക്കളോ മക്കൾക്ക് ദൈവം നൽകിയിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ വരദാനവും. വിൻസെന്റ് കണ്ണനായക്കലിന് പൗരോഹിത്യം നൽകി നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഈ ദാസനെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. നിന്നിലുള്ള പാപഭാരം മുഴുവൻ മിശിഹ നീക്കിക്കളയട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. എത്ര സമുന്നതമെന്നോ പുരോഹിത ശ്രീപരമേറ്റ വിശിഷ്ട സ്ഥാനം, ദിവ്യാരൂപികളായതിലത്ഭുതമാർന്നിടുന്നു. എത്ര സമുന്നതമെന്നോ പുരോഹിതം ശ്രീപരമാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. അധ്യായം 3 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. അധ്യായം 1 വാക്യങ്ങൾ 1 മുതൽ. രാജ്യങ്ങളുടെയും മേൽ
നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. ദൈവമായ കർത്താവിന് സ്തുതി. എബ്രായർക്കുള്ള ലേഖനം അധ്യായം 5 1 മുതൽ 10 വരെയുള്ള സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. വളരെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞൊരു ജീവിത ശൈലിയാണ്. അവിടെ പോയിട്ട് കരവെട്ടുന്നവർ കുറവാണ്. കപ്പുച്ചൻ സഭയോട് ഇഷ്ടം തോന്നാനായിട്ട് പ്രേരിപ്പിച്ചത്. ഡയറി കുറിപ്പുകൾ പരിശോധിച്ചപ്പോൾ ഇന്നത്തെ ആദ്യത്തെ വായന എത്ര മനോഹരമാണ്. പ്രതിഷേധ സ്വരവുമായിട്ട് പത്രോസ് ഇടഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ല എങ്കിൽ നിനക്ക് ഞാനുമായിട്ട് ബന്ധമില്ല. മനുഷ്യന്റെ പാപത്തിന്റെ നടുവിലാണ് പൗരോഹിത്യത്തിന്റെ ഗർഭപാത്രം ഞാനും നിങ്ങളും കണ്ടെത്തേണ്ടത്. ഈ അൾത്താരിലേക്ക് വിളിക്കപ്പെടുന്ന വിൻസെന്റ് പാപമാണ്, പാപിയാണ്. മനുഷ്യന്റെ പരിമിതികളുടെ നടുവില് നിങ്ങളെ പോലെ ഒരാളാണെന്ന് ഇന്ന് ഹെബ്രായക്കാർക്കുള്ള ലേഖനം നമ്മെ ഓർമ്മപ്പെടുത്തി. നിങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. വിൻസെന്റിന്റെ അപ്പച്ചനും അമ്മച്ചിയും കൈ കഴുകുന്ന സമയത്ത് ശ്രദ്ധിച്ചു നോക്കി. അന്ന് പാടിയ പാട്ട് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ? അമ്മ മടിയിലിരുത്തി കുരിശ് വരപ്പിച്ച എന്ന് പറയുന്നത് സത്യത്തിലെ യാഥാർത്ഥ്യമാകുന്നത്. ഈ സഹോദരന് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥന കൈക്കൊള്ളണമേ. അനേദാസന്റെ പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നമ്മുടെ രക്ഷയ്ക്കായി അവിടുന്ന് പൂർത്തിയാക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങയുടെ ഏകജാതന്റെ കരുണയാലും അനുഗ്രഹത്താലും ഇയാൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പൗരോഹിത്യ ശുശ്രൂഷയുടെ നിർവഹണത്തിനായി ഇയാളെ പരിപൂർണനാക്കണമേ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇയാളെ പൗരോഹിത്യത്തിലേക്ക് തിരഞ്ഞെടുക്കണമേ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നൈർമല്യത്തോടും തീക്ഷ്ണതയോടും കൂടിയും തന്നെ പ്രീതിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവായ ദൈവം നീതിയുടെ വസ്ത്രം എന്നേക്കുമായി നിന്നെ ധരിപ്പിക്കട്ടെ. വഴിയും സത്യവും ജീവനുമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം നീ പ്രഘോഷിക്കുക. സുവിശേഷത്തിലെ ഈശോ നിന്റെ ശക്തി കേന്ദ്രവും ഈശോയുടെ സുവിശേഷം നിന്റെ ജീവിത നിയമവുമായിരിക്കട്ടെ. തിരുസഭയിൽ പൗരോഹിത്യ നിർവഹണത്തിനായി വിൻസെന്റ് കണ്ണനായ്ക്കൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും പൂർണ്ണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു.
കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. തന്റെ ഭക്തന്മാരുടെ ആവശ്യം അവിടുന്ന് സാധിച്ചു കൊടുക്കും. അവരുടെ പ്രാർത്ഥന നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. തന്റെ ഭവനത്തെ യഥായോഗ്യം ഭരിക്കുന്നതിനെ അവിടുന്ന് ശക്തനാക്കട്ടെ. പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന നിന്റെ ഹൃദയമെന്നും വിശുദ്ധിയിൽ സംരക്ഷിക്കപ്പെടുന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും നല്ലവനായ ദൈവം കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അതിരൂപത 125 വാർഷികം ആഘോഷിക്കുമ്പോൾ അതിൻ്റെ ഒത്തിരിയേറെ തിരക്കുകൾ ഉണ്ടായിട്ടും ഇവിടെ വരാനായിട്ട് മനസ്സ് കാണിച്ച പിതാവിനോട് ഞാൻ സ്നേഹപൂർവ്വം നന്ദി പറയുകയാണ്. റാഫേൽ തട്ടിൽ പിതാവിനെ എൻ്റെ വ്യക്തിപരമായ പേരിലും കപ്പുച്ചിൻ സഭ അംഗങ്ങളുടെ പേരിലും ഇടവക വികാരിയച്ഛൻ്റെ പേരിലും ഇടവക അംഗങ്ങളുടെ പേരിലും എൻ്റെ കുടുംബാംഗങ്ങളുടെ പേരിലും ഒത്തിരിയേറെ സ്നേഹത്തോടെ നന്ദി. ഈശോ